ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംപാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ നമുക്ക് നടന്നു കയറാനുണ്ട് കേട്ടോ. കുറച്ചല്ല, കുറേ ഉണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ലിസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടൂല, സംഭവം ക്ലോസ്ഡാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളമായാലും ശരി തന്നെ താഴെ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് വാങ്ങിയിട്ട് വരണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അവിടെയാണ് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചില്ലേ, അതിവിടെയും ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ പോയ സ്ഥലം, കഴിഞ്ഞ വീഡിയോയിൽ പോയ സ്ഥലമാണ്. ആ കണ്ടില്ലാത്തവർ ആ പഴയ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കണേ. ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും വെള്ളം സ്നാക്സും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വാങ്ങാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് പുറത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു 2-3 ഷോപ്പുണ്ട്. അവിടെ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫുഡും സ്നാക്സും പിന്നെ വെള്ളം, ജ്യൂസ് അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരണം. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറിയിട്ട് ഇറങ്ങിയത്. ഇച്ചിരി റിസ്ക്കാണ് കയറിയിട്ട് ഇറങ്ങാൻ, പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചുകൂടി മുകളിൽ നിന്ന് ചുറ്റുള്ള കാഴ്ചകൾ കാണാം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല അവിടെ. പിന്നെ ഒരു ആമ്പലൊക്കെ ഉള്ള ഒരു ചെറിയൊരു കുളമുണ്ട്, പാറയുടെ ഇടയ്ക്ക് വെള്ളം കെട്ടിയിട്ട് അവിടെ ഒരു ആമ്പലിൻ്റെ കുളമുണ്ട്. വൈകുന്നേരങ്ങളിൽ സമയം പോകാനായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സൺസെറ്റ് കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിക്കും ഇവിടെ നിന്ന്. ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ലൊക്കേഷൻ നമ്മുടെ ശാസ്താംപാറയാണ്, തിരുവനന്തപുരത്ത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. മാപ്പിലുണ്ട്, നിങ്ങൾക്ക് ശാസ്താംപാറ സെർച്ച് ചെയ്താൽ തന്നെ മാപ്പിലുണ്ടാവും. എന്നാലും ഞാൻ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇവിടെ കയറാനായിട്ട് 25 രൂപ അഡൽട്സിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വലിയ ക്യാമറയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 250 റുപ്പീസ് എങ്ങനെയോ അവിടെ നമുക്ക് പേ ചെയ്യേണ്ടി വരും താഴെ കൗണ്ടറിൽ. അപ്പോൾ ബാക്കിയുള്ള ഫീസ് എങ്ങനെയാണെന്ന് ഞാൻ അവിടെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം. ഓക്കെ. പിന്നെ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോകണമെങ്കിൽ ആ കമ്പി ഉണ്ടോ, കൈവരി കമ്പി, ആ കമ്പി മാത്രമേ നമുക്ക് സപ്പോർട്ടുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ പാറയിൽ ഇവിടെ താഴെ സ്റ്റെപ്പ് പോലെ ഉണ്ട്, പക്ഷെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ഗ്രൂവ് പോലെ ചെറിയ കുഴികളേ ഉള്ളൂ. അപ്പോൾ അതിൽ ചവിട്ടി നമ്മൾ ബാലൻസ് ചെയ്തോണം പോകാൻ. അപ്പോൾ അങ്ങനെ ആരും വരുവാണെങ്കിൽ അവിടെ നല്ലോണം ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികളൊന്നും കയറ്റാതിരിക്കണം നല്ലത്. അഡൽട്സ് മാത്രം കയറുക മാക്സിമം. കയറുമ്പോഴും അഡൽട്സ് ആയാലും ശരി തന്നെ നല്ലോണം സൂക്ഷിച്ച് കയറുക. ഓക്കെ. ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കാൻ നല്ല രസമുണ്ട്. ആകാശം നോക്കി തല ഇറങ്ങും, സത്യം പറയാം. ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങണം കുറച്ച്. പക്ഷേ 7 മണിക്കൂടെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞതാണ്. മണി ഇപ്പോൾ 6:30 കഴിഞ്ഞ്. നമ്മുടെ സൺസെറ്റൊക്കെ മേഘത്തിൻ്റെ ഇടയിലോട്ട് പോയാൽ അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.